ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കീഴിക്കാത്ത കീഴിലേക്ക് പോവാം. നീ ഇന്നലെ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞതല്ലേ? അതാണ്. ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് വന്നിരിക്കണല്ലോ. അല്ല, നീ മുകളിലോട്ട് നോക്കി, ഞാൻ കുറച്ച് പവർ കുറച്ചാ പറഞ്ഞു. ടെയില് അപ്പൊ ഞാൻ ഇടുന്നോട് തന്നെയാണ് പ്രശ്നം. ആയിരിക്കാം. അപ്പൊ ഞാൻ വിളിക്കുന്നതിന്റെ ഭാഗ്യം കൊണ്ടല്ല. നിനക്ക് വിളിക്കാൻ അറിയുള്ളൂ, ഇടാൻ അറിയില്ല. ഓക്കെ, ആയിക്കോട്ടെ. അതേതായാലും നന്നായി. ഓക്കെ, ഫസ്റ്റ് കിഴി ഓക്സിജൻ. ഓക്സിജൻ സിനിമ, അതായത് നമ്മുടെ SS രാജമൗലി പ്രസന്റിൽ വരുന്ന സിനിമയാണ് ഓക്സിജൻ. സിനിമയിൽ നായകനായി വരുന്നത് ആരാണെന്നറിയോ? ഇല്ല, അറിയില്ല. ഫഹദ് ഫാസിൽ. ആണോ? ഇതൊരു ട്രൂ ഇൻസിഡന്റ് ആട്ടോ. ഫ്രണ്ട്ഷിപ്പിന്റെ എന്തോ ഒരു തലം കാണിക്കുന്ന ഒരു ട്രൂ ഇൻസിഡന്റ് ആണെന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെന്താ അതിലുള്ളത്? സിദ്ധാർത്ഥ നടല്ല ആള് തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റും. അടുത്തത് SS രാജമൗലിയൊക്കെ ഡെയറിംഗ് പാർട്ട്നേഴ്സ്. വെബ് സീരീസ്. കരൺ ജോഹർ, തമന്ന ഒരുമിക്കുന്ന വെബ് സീരീസ് ആണ് കേട്ടോ. ആമസോൺ പ്രൈമില്. കൂടുതൽ ഡയലോഗ് കുറയ്ക്കണ്ട. ആമസോൺ പ്രൈമില് കോമ്പിനേഷൻ ഇല്ലാത്തൊരു രീതി. കരൺ ജോഹർ പ്രസൻസ്. ഓക്കെ, തമന്ന നായിക. അതിനിപ്പോ എന്താ, കരൺ ജോഹറും തമന്ന ഒരുമിക്കുന്ന തന്നെയല്ലേ അത്? അല്ലേ? ശരിയാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ തന്നെ നായകനായി വരുന്നുണ്ടോ എന്നൊരു സംശയം. ഒരിക്കലും ഇല്ല, അങ്ങനെ തന്നെ പറയുള്ളൂ. എന്തായാലും അത് പലർക്കും കൊള്ളും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. എന്താണെങ്കിലും ആമസോൺ പ്രൈമിലാണ് വരുന്നത്. പിന്നെ ആർച്ചിത് കുമാറും നിഷാൻ നായിക്കുമാണ് വെബ് സീരീസ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. കാണാം. അനൗൺസ് ചെയ്തു. അനൗൺസ് ചെയ്തു. എന്താണ് പ്രസൻസ് ആണ്, വീണ്ടും എടുത്ത് പറയാം. തീർച്ചയായിട്ടും അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഓ, കരൺ ജോഹർ അല്ലാതെ. ഓക്കെ, അടുത്ത കിഴി അളിയ. രണ്ടെണ്ണേ. ആസിഫ് അലിയുടെ 2 സിനിമകൾ. ഒന്ന് നമ്മുടെ ജോഫിൻ ചാക്കോ സംവിധാനം ചെയ്യാൻ പോകുന്ന ആസിഫ് അലി ചിത്രം. സിനിമ ഷൂട്ട് തുടങ്ങാൻ പോവുകയാണ്. സിനിമയുടെ പേര് ആഭ്യന്തര കുറ്റവാളി എന്നുള്ളതാണ്. സിനിമ തുടങ്ങുന്നത് എന്നാണ്? ഏപ്രിൽ. വീണ നന്ദകുമാറാണ് കേട്ടോ നായികയായിട്ട് വരുന്നത്. അതായത് നമ്മുടെ കെട്ടുളാണന്റെ മാലാക, ആ ഒരു ടീം. ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാൻ? കരൺമൂർത്തി ആസിഫ് അലി മൂവി. സിനിമയുടെ കാസ്റ്റിംഗ് കോളൊക്കെ ഈ അടുത്താണ് ഇട്ടത്. എന്തായാലും അതിന്റെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു ആഗസ്റ്റിലേക്കാട്ടോ. എല്ലാരും ഭയങ്കര ബിസി ആട്ടോ. എല്ലാരും ബിസിയാണ്. ഓഗസ്റ്റിൽ അത് ഷൂട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇറക്കിയിട്ട് വേണം കരൺമൂർത്തി ലാലേട്ടൻ മൂവി ചെയ്യേണ്ടത്. അടുത്തത് ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ. വീണ്ടും SS രാജമൗലി. SS രാജമൗലിന്റെ പ്രസൻസിൽ വരുന്നതാണ്. ഫഹദ് ഫാസിൽ തന്നെയാണ് നായകനായിട്ട് വരുന്നത്. അതായത് ഫഹദിന്റെ 2 സിനിമകള് SS രാജമൗലി അനൗൺസ് ചെയ്തു. ആളുടെ പ്രസൻസിൽ വരുന്ന സിനിമ 2 ഒരുമിച്ച് അങ്ങ് ഇറക്കി കേട്ടോ. ശശാങ്ക് എല്ലട്ടിയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതൊരു കൊള്ളാം, നൈസ് വൺ. ഹാരി പോട്ടർ ഒക്കെ ഇങ്ങനെ ഈ രീതിയിലാണ് ഇതില് ഇതിന്റെ സ്റ്റൈലൊക്കെ. ഓക്കെ, അടുത്ത കിഴി സിറ്റഡൽ യൂണിവേഴ്സിന്റെ ന്യൂ വെബ് സീരീസ് വരാൻ പോകുന്നു. സമന്തയാണ് നായിക, നമ്മുടെ വരുൺ ധവാനാണ് നായകൻ. ഹണി ബണ്ണി ഇതാണ് ഈ ഒരു വെബ് സീരീസിന്റെ പേര്. ആമസോൺ പ്രൈമിന് വേണ്ടി തന്നെയുണ്ടോ ഇത് സംവിധാനം ചെയ്യുന്നത്? രാജാൻ ഡീക്കയാണ്. അല്ല, ഞാൻ അങ്ങനെ ഒഴുക്കിന് അങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നുള്ളൂ. നീ അതിന് നേരെ കുത്തി ഒഴുകി. അല്ല, അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ഒരു കല്ലിട്ട് വെച്ച പോലെ ഇപ്പൊ ഒരു തടസ്സം വന്നു. സോറി, സഹൃദയം ക്ഷമിക്കുക. അടുത്തത് അശ്വതാത്മ. ഷാഹിദ് കപൂർ നായകനാവുന്ന സിനിമ. സച്ചിൻ ദേവി ഡയറക്ട് ചെയ്യുന്നു. സിനിമയുടെ അനൗൺസ്മെന്റ്. എന്താവും ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാട്ടോ അശ്വത്ഥാത്മ. പക്ഷേ ആ ഒരു ബേസിലേക്ക് തന്നെയാണോ അതിന്റെ ഒരു കണ്ടന്റ് എന്തെങ്കിലും ഒരു സാധനം ആയിരിക്കാം. എന്താണെങ്കിലും ഏകദേശം മഹാഭാരതത്തിലേക്ക് കഴിയാനായി എനിക്ക് തോന്നുന്നു. ഈ ഇന്ത്യക്കാരെ എടുത്തെടുത്തേ ഇനിയുണ്ടല്ലോ കുറെ. അല്ല, തീരുന്നില്ല. അതായത് ഇതിന്റെ ടൈറ്റിൽ ഡിസൈൻ ഉണ്ടല്ലോ, ബ്ലൂ കളറിലാണ്, പിന്നെ മോഡേൺ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ രീതിയിലായിരിക്കും ഇത് ഒരുക്കി വെക്കുക.
അതിന്റെ എന്തെങ്കിലും ഒരു കണ്ടന്റ് മാത്രമായിരിക്കും എടുക്കുന്നത്. അതെ, അതായത് നമ്മുടെ ഏതായിരുന്നു ആലിയ ഭട്ടും രൺബീർ കപൂറും അഭിനയിച്ച സിനിമ ബ്രഹ്മാസ്ത്ര, അതങ്ങനെയായിരുന്നല്ലോ. അതുപോലെ ഇന്നത്തെ രീതിയിലേക്ക് മാറ്റും, അതിനുള്ള സാധ്യതയാണ് ആ ടൈറ്റിൽ കണ്ടിട്ട്. ഹനുമാനിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു, ഏകദേശം എല്ലാരും ഒരേ പാറ്റേണാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റം ഈ ടൈറ്റിൽ ഡിസൈന് ട്രഡീഷണൽ രീതിയിലാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അന്നത്തെ കഥയായിരിക്കും പറയാമെന്ന്, അന്നത്തെ പശ്ചാത്തലത്തിൽ നിന്നിട്ട് പറയും. ഇതിപ്പോൾ അഡാപ്റ്റേഷൻ അങ്ങനെ ആവാനാണ് സാധ്യത. ഓക്കെ, അടുത്ത കിഴി കാന്താര 2. കാന്താര സിനിമയിലേക്ക് നമ്മുടെ രുക്മിണി വസന്ത, അതായത് സപ്തസാഗരയുടെ ചെല്ലോ ഇതിലെ നായിക, നന്നായിട്ട് അഭിപ്രായം നേടിയൊരു നടിയാണ്. ആളല്ലേ SK23 എന്താണെങ്കിലും ഓൺ ബോർഡ്. കാന്താര 2 എന്താണ് ക്രഷിലേക്കൊന്നും എത്തിയിട്ടില്ല, അതുകൊണ്ട് കുറച്ചൊരു സമയം കിട്ടും. ക്രഷ് എനിക്ക് ആദ്യം രുക്മിണി കുറച്ച് ടൈം ഉണ്ട്. ഇല്ലേ, അവനെ വന്നുപോയി ആൾറെഡി. അടുത്തത് ഇനി വേറൊരാളെ കുറിച്ച് പറയുന്ന ഒരു പരിപാടി ഇല്ല. വേറെ ആളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. സമന്തനെ കുറിച്ചൊന്നും സമന്തനോട് എനിക്ക് ഒന്നും തോന്നിയില്ല. ആണോ? എന്റെ ഒരു ഡ്രീം ലുക്ക് ഉണ്ടല്ലോ, അതിലേക്ക് എത്തിയിട്ടില്ല. സമന്തല്ലേ കുറച്ചെങ്കിലും സമന്തന്റെ ഭാഗ്യം അല്ലേ, സമന്ത കുറച്ചെങ്കിലും കൊള്ളാമെന്ന് തോന്നിയൊരു 2 സിനിമ എന്നറിയോ? ഒന്ന് ഈച്ച, പിന്നെ മറ്റൊന്ന് നമ്മുടെ വിജയന്റെ കൂടെ അല്ല, വിജയന്റെ കൂടെ ആ പാട്ടിലുണ്ടല്ലോ തെറിയില്, ഏത് സെൽഫി പുള്ളേ, അതിൽ മാത്രം. സിനിമ മൊത്തമല്ല, ആ സോങ്ങിൽ മാത്രം. അടുത്തത് RC16 സിനിമയുടെ പൂജാ സെറമണി ഇന്ന് 10:10 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, AR റഹ്മാനാണ് സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത്. സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ബുച്ചി ബാബു സന. 3 പേരല്ല, അത് ഒറ്റയാളാ. ബാബു സന ഒന്നുമല്ല, ബുച്ചി ബാബു സന. ഫസ്റ്റത്തെ പേര് ബുച്ചി, രണ്ടാമത്തെ ബാബു, പിന്നെ സന. സന എന്ന് പറയല്ലേ, സന എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പഴയ കാര്യങ്ങളിലേക്ക് ഓർമ്മ പോകും. എന്താണ് ഓർമ്മ? ആ ബിഗ് ബോസിന്റെ ഒരു കഴിഞ്ഞ സീസണില് പ്രണയം പറഞ്ഞു ഓർമ്മയില്ല. അതെ, എനിക്കറിയാം, അതുകൊണ്ട് തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തതാ. ബിഗ് ബോസില് കഴിഞ്ഞ പ്രാവശ്യം അറിയായിരിക്കും എല്ലാവർക്കും. അതിന് ബിഗ് ബോസ് കാണണമെന്നൊന്നുമില്ല. എനിക്ക് സന എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ യന്ത്രനിലെ നമ്മുടെ ഐശ്വര്യ റായിന്റെ ക്യാരക്ടർ. ഓക്കെ, അടുത്ത കിഴി യുവ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer വരാൻ പോകുന്നു നാളെ, അതായത് 21-ന്. 1/1 നല്ല സമയം കേട്ടോ, നല്ല സമയം. ഇവര് രാഹുലൊക്കെ നോക്കിയിട്ടാണ് കറക്റ്റ് വിടുന്നത്, അതായത് 1 മിനിറ്റ് ഒക്കെ കറക്റ്റ് നോക്കിയിട്ടാണ്. ഓംബാല ഫിലിംസ് അതിന്റെ ആൾക്കാരാണ്, മരം. എന്തായാലും ഓംബാല ഫിലിംസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. വരട്ടെ, നാളെ 1/1 വെയിറ്റ് ചെയ്യാം. അടുത്തത് ലാലേട്ടൻ തരുൺ മൂർത്തി മൂവി L360. യെസ്, അതിലേക്ക് ഓൺ ബോർഡ് ആയിരിക്കുന്ന കുറച്ച് സ്ക്രൂ മെമ്പേഴ്സിന്റെ കാര്യം പറയാം. സ്ക്രൂ അല്ല, ക്രൂ. അത് നിനക്ക് എന്തോ പറ്റിപ്പോയതാ. ക്രൂ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണെങ്കിലും ഷാജി കുമാർ ക്യാമറ, സിനിമാറ്റോഗ്രാഫി. ഓക്കെ, ഗോകുൽദാസ് കലാ സംവിധാനം. ഓക്കെ, സൗണ്ട് ഡിസൈൻ വിഷ്ണു ഗോവിന്ദ്. കോസ്റ്റ്യൂം സമീറ സനീഷ്. എല്ലാരും ലെവല് ടീമുകളാണ് കേട്ടോ. എല്ലാരും കൂടി ഒന്നിക്കുമ്പോ ഒരു ലെവല് സാധനം കൂടി കിട്ടണം. അതെ, എനിക്ക് ടെൻഷനാണ്. തരുൺമൂർത്തിക്ക് ലാലേട്ടനെ വെച്ച് ചെയ്യാനുള്ള ഒരു ഇതുണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റൂല. ഒരാളെ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. ഏത് ലെവലിലേക്ക് എത്തും. ഇപ്പൊ നമ്മൾ ഈ സാധനം പറഞ്ഞിട്ടുണ്ട്. എന്നാന്നറിയോ, ബ്രഹ്മയുഗം റിലീസ് ചെയ്യുന്നതിന് മുന്നേ രാഹുൽ സദാശിവൻ ചെയ്യാൻ നേരത്തെ മമ്മൂക്കേനെ വെച്ചിട്ടൊക്കെ രാഹുൽ സദാശിവൻ അത് എവിടെ എത്തിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോ എന്താ ഈ അവസ്ഥ? അതുപോലെ തന്നെ പിന്നെന്താ, തീർച്ചയായിട്ടും. അല്ല, എന്താണെന്നറിയോ, മമ്മൂട്ടിക്കൊന്നും അത് അങ്ങനെ ഇനി സംഭവിച്ച പ്രശ്നമൊന്നുമില്ല. ലാലേട്ടന്റെ കാര്യത്തില് നമുക്ക് നല്ലൊരു സാധനം കിട്ടണം എന്നുള്ള ഇതിൽ നിൽക്കും. അതിന് മുന്നേ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ ആ ഒരു പേടി വേണ്ട. അടുത്ത കിഴി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. വളരെ സന്തോഷം. കഴിഞ്ഞോ? ഗണപതി വിജയ് ആള് കലൂർ സ്റ്റേഡിയത്തിൽ ഷൂട്ടിനെത്തിയപ്പോൾ നമ്മുടെ കേരളത്തിലെ ഫാൻസ് തടിച്ചു കൂടിയിട്ടുണ്ട്. അതായത് വണ്ടിയുടെ മുകളിൽ കയറിയിട്ട് ഒരു സെൽഫി വരും എന്നുള്ളതിൻ്റെ പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്തായാലും ആള്
വണ്ടിയുടെ മുകളിൽ വലിഞ്ഞു കയറിയിട്ടുണ്ട്. വണ്ടിയുടെ മുകളിൽ കയറിയിട്ട് സെൽഫി എടുത്തിട്ടുണ്ട്, ഫ്ലൈങ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? ഇങ്ങനെ കൊടുക്കും, ചെത്തിയും കൊടുക്കും ഞങ്ങള്. ഇനി ഞാൻ ഇങ്ങനെ ചെയ്യാന്നല്ല, ഇങ്ങനെ അങ്ങനെയാണല്ലേ? ചെത്തിയും കൊടുക്കും. കൊള്ളാം, പഠിച്ചു വെക്കണ്ടേ, രസല്ലേ? നമ്മള് അപ്പൊ കാണിച്ചു കൊടുക്കണ്ടേ? ഇപ്പൊ കാണിച്ചു കൊടുത്തില്ല, ഇപ്പൊ തെറ്റിയില്ലേ? കണ്ടു പഠിച്ചു വെക്കണം, ഓരോരുത്തരും ചെയ്യണം. വിജയ് തെറ്റിച്ചാലും കുഴപ്പമില്ലേ? അതറിയില്ലേ? വിജയ് തെറ്റിച്ചാലും കുഴപ്പമില്ല, വിജയായിട്ട് ഉണ്ടാക്കിയതാ, അത് പുതിയതായിട്ട് മാറുള്ളൂ തെറ്റിയാലും. ഇതിനു മുന്നേ അത് പൊളി. പിന്നെ അത്രത്തോളം കൂടിയുണ്ട് ജനങ്ങള്, ജനസാഗരം. മോനെ ഒരു ലക്ഷം രാത്രിയിലാണെന്ന് ഓർക്കണം, ഇത്രയും ജനങ്ങൾ അവിടെ തടിച്ചുകൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതൊരു നടന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യ. കൊടൂരം എന്താണെങ്കിലും ഭാഗ്യം നിർഭാഗ്യം. നിർഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ പോലെ സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ കഴിയും? പുറത്തിറങ്ങാൻ പറ്റുമോ? അതിന് ആർക്കും പുറത്തിറങ്ങേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉള്ളൂ ഷൂട്ട്, അല്ലാണ്ട് എന്തിനു പുറത്തിറങ്ങണം? എല്ലാ സെറ്റപ്പും അവിടെ തന്നെ കിട്ടുമ്പോ അത് ശരിയാണോ? ലൈഫ് നമ്മളെ പോലെ എക്സ്പ്ലോർ ചെയ്യണം. എടാ, ആള് ഇവിടുന്ന് അങ്ങോട്ട് പോവും, നമ്മള് എക്സ്പ്ലോർ ചെയ്യാൻ എവിടം വരെ പോകും? ഇവിടുന്ന് ഊട്ടി അല്ലെങ്കിൽ മസനഗുഡി വഴി കൊടൈക്കനാല്. ഇവര് പോകുന്നതെന്ന് പറഞ്ഞാല് വല്ല ന്യൂയോർക്കോ ലണ്ടനോ ഇങ്ങനെ അവര് കറങ്ങി നടക്കുന്നു. അപ്പൊ എക്സ്പ്ലോർ ചെയ്യുന്നതില് പോവല്ലേ? ജയിക്കാനൊന്നുമില്ല, ഇനിയിപ്പോ എന്ത് ജയിക്കാൻ? അതൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ പോയത്. അതിപ്പം മറ്റേ എന്താ പറയാ, RC-16, പിന്നെ നമ്മുടെ പിന്നെ ഇപ്പൊ ഏതാ അതിനകത്തുള്ള ലാലേട്ടൻ, തരുൺമൂർത്തി ഉണ്ട്. അല്ല ബാക്കിയൊക്കെ എന്താ പിന്നെ സിനിമയല്ലേ? ഞാൻ ആകെ ഒരൊറ്റ വെബ് സീരീസ് എടുത്തിട്ടുള്ളൂ. അല്ലാത്ത കഷ്ടമായാലും. അപ്പൊ എന്തായാലും പോവാണ്, മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ.